ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ വിജയകിരീടം ചൂടി ഇന്ത്യ. ഫൈനലിൽ കരുത്തരായ ന്യൂസിലൻഡിനെ 4 വിക്കറ്റിനാണ് ഇന്ത്യ തകർത്തത്. ചാമ്പ്യൻസ് ട്രോഫി ചരിത്രത്തിലെ ഇന്ത്യയുടെ 3ാമത്തെ കിരീട വിജയം. ഒരു വ്യാഴവട്ടത്തിന് ശേഷം ഇതാദ്യമായി ഇന്ത്യ ഒരു ICC ഏകദിന ചാമ്പ്യൻഷിപ്പ് നേടിയ വിജയമാണിത്. തുടർച്ചയായി 2 ICC കിരീടങ്ങൾ നേടുന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും ഇത് സമ്മോഹനമായ മുഹൂർത്തമാണ്. ഫൈനലിൽ ന്യൂസിലൻഡ് ഉയർത്തിയ 252 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 49 ഓവറിൽ ലക്ഷ്യം മറികടന്നു. ടൂർണമെന്റിലുടനീളം ഫോമില്ലായ്മയുടെ പേരിൽ പഴികേട്ട രോഹിത് ശർമ്മയുടെ ഇന്നിംഗ്സാണ് ഫൈനലിൽ ഇന്ത്യക്ക് തുണയായത്. തുടക്കം മുതൽ മനോധൈര്യത്തോടെ നേരിട്ട രോഹിത് 83 പന്തുകൾ നേരിട്ട് 76 റൺസ് നേടി. 48 റൺസ് നേടിയ ശ്രേയസ് അയ്യരും വിജയത്തിൽ നിർണായകമായി. 49ാം ഓവറിലെ അവസാന പന്തിൽ രവീന്ദ്ര ജഡേജയുടെ ബാറ്റിൽ നിന്ന് വന്ന 4 ചരിത്ര ജയത്തിലേക്ക് കൈപിടിച്ചത്. 3 സിക്സും 7 4ഉം സഹിതം 83 പന്തുകളിൽ നിന്നാണ് രോഹിത്തിന്റെ 76 റൺസ്. ടൂർണമെന്റിലെ രോഹിത്തിന്റെ ആദ്യ അർദ്ധ സെഞ്ചുറിയാണിത്. ഒടുവിൽ അനാവശ്യമായി ക്രീസിൽ നിന്ന് കയറിക്കളിക്കാൻ ശ്രമിച്ച് പുറത്തായി. രചിൻ രവീന്ദ്രയുടെ ഓവറിൽ ക്രീസിൽ നിന്ന് കയറിക്കളിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതോടെ പന്ത് വിക്കറ്റ് കീപ്പർ ടോം ലാഥമിന്റെ കയ്യിലെത്തി. ലാഥം സമയം പാഴാക്കാതെ സ്റ്റംപ് ചെയ്യുകയായിരുന്നു. ഒരറ്റത്ത് രോഹിത് ശർമ്മ തകർപ്പനടികളുമായി മുന്നോട്ടു പോകവേ മറുവശത്ത് ആങ്കറിംഗ് റോഡിലായിരുന്ന ശുഭ്മാൻ ഗിൽ 19ാം ഓവറിലാണ് വിക്കറ്റ് കളഞ്ഞത്. ന്യൂസിലൻഡ് ക്യാപ്റ്റൻ മിച്ചൽ സാന്റ്നറുടെ പന്തിൽ ഗ്ലെൻ ഫിലിപ്സ് തകർപ്പനായി ക്യാച്ച് ചെയ്ത് പുറത്താക്കുകയായിരുന്നു. 50 പന്ത് നേരിട്ട ഗിൽ ഒരു 6 സഹിതം 31 റൺസ് നേടി.